നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് സെപ്റ്റംബർ 12 വെള്ളി 2025 വാർത്തകളിലേക്ക്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കോഴിക്കോടോ കൊച്ചിയിലോ ആയിരിക്കും ന്യൂനപക്ഷ സംഗമം നടക്കുക. അയ്യപ്പ സംഗമത്തിനെതിരായി വന്ന വിമർശനങ്ങളുടെ മുന്നെ ഒടിക്കാനാണ് സർക്കാരിന്റെ നീക്കം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. വിഷൻ 2031 എന്ന പേരിൽ ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുക. ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട 1500 പേർ സംഗമത്തിൽ പങ്കെടുക്കും എന്നാണ് വിവരം. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ അനുമതി. പമ്പയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികളിൽ വിധി പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ്. പ്രകൃതിക്ക് ഹാനികരമായ ഒന്നും സംഭവിക്കാൻ പാടില്ലെന്നും സാമ്പത്തിക വരവ് ചെലവുകളുടെ കണക്ക് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാകും ആഗോള അയ്യപ്പ സംഗമം നടത്തുകയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് VS പ്രശാന്ത്. ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും ബോർഡിന് ഒരു മുൻവിധിയില്ലെന്നും ശബരിമല വികസനം മാത്രമാണ് ലക്ഷ്യമെന്നും ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കോടതി വിധി സ്വാഗതാർഹമെന്നും മന്ത്രി VN വാസവൻ. കോടതി വസ്തുതകൾ മനസ്സിലാക്കിയെന്നും കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും വാസവൻ പറഞ്ഞു. 3000 പേർക്ക് ഇരിക്കാവുന്ന താൽക്കാലിക പന്തലാണ് നിർമ്മിക്കുന്നതെന്നും തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ ആയിരിക്കും ബോർഡ് പരിപാടി നടത്തുകയെന്നും മന്ത്രി പ്രതികരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ച് ഇന്നലെ വൈകിട്ട് 4:30 അന്ത്യം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 15 PP തങ്കച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് രാവിലെ 11 പെരുമ്പാവൂരിലെ വീട്ടിലെത്തിക്കും. നാളെ ഉച്ചകഴിഞ്ഞ് 2 അകപ്പറമ്പ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം. അതേസമയം PP തങ്കച്ചന് മൃതദേഹം പൊതുദർശനത്തിന് വെക്കില്ലെന്ന് തീരുമാനം. പൊതുദർശനം ഒഴിവാക്കണമെന്ന് PP തങ്കച്ചൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് പ്രകാരമാണിത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. പ്രാദേശിക തലത്തിൽ നിന്ന് പടിപടിയായി സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന വ്യക്തിയായിരുന്നു PP തങ്കച്ചനെന്നും KPC അധ്യക്ഷൻ, UDF കൺവീനർ എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച തങ്കച്ചൻ എല്ലാവരോടും സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. PP തങ്കച്ചന്റെ വേർപാടിൽ അനുശോചിച്ച് AK ആന്റണി. PP തങ്കച്ചൻ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നുവെന്നും നഷ്ടമായ തന്റെ അടുത്ത സുഹൃത്തിനെയാണെന്നും AK ആന്റണി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരെ നഷ്ടമാണെന്നാണ് ആന്റണി പറഞ്ഞത്. PP തങ്കച്ചന്റെ വേർപാട് ഒരുപാട് വേദന ഉണ്ടാക്കുമെന്നും തങ്കച്ചൻ തങ്ങൾക്ക് പിതൃതുല്യനായ നേതാവായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നേതൃനിരയിൽ സൗമ്യതയും പ്രാഗൽഭ്യവും പ്രകടിപ്പിച്ച PP തങ്കച്ചൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചുവെന്നും പാർട്ടി വളർത്താൻ നന്നായി പരിശ്രമിക്കുകയും ഇടപെടുകയും ചെയ്തുവെന്നും VD സതീശൻ പറഞ്ഞു. വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്ന നേതാവായിരുന്നു PP തങ്കച്ചനെന്നും താൻ KPC പ്രസിഡന്റായിരുന്ന സമയത്ത് അദ്ദേഹം UDF കൺവീനറായിരുന്നുവെന്നും ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്നും രമേശ് ചെന്നിത്തല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും വലിയ നഷ്ടമാണ് PP തങ്കച്ചന്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നുവെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VA മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിശദമായ യോഗം ചേർന്നെന്നും കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം വരെ 444 കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു. മദ്യപിച്ച് വാഹന പരിശോധന നടത്തിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനു NS സസ്പെൻഡ് ചെയ്ത ഗതാഗത വകുപ്പ് കമ്മീഷണർ. വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടതായി ഗതാഗത കമ്മീഷൻ അറിയിച്ചു. ബുധനാഴ്ച എറണാകുളം കാക്കനാടാണ് സംഭവം നടന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ബിനുവിനെതിരെ പോലീസ് കേസും എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ബിനുവിനെതിരെ ഗതാഗത കമ്മീഷനും നടപടി എടുത്തത്. കേരളത്തിൽ എയിംസ് വരേണ്ടത് ആലപ്പുഴയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തന്റെ മനസ്സിലുള്ളത് ആലപ്പുഴയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആലപ്പുഴയിൽ സ്ഥലം തന്നാൽ എയിംസ് വരുമെന്നും ഭൂമി കച്ചവടത്തിന് വഴങ്ങിയാൽ എയിംസ് തൃശ്ശൂരിലേക്ക് ആവശ്യപ്പെടുമെന്നും ആലപ്പുഴയിൽ സംസ്ഥാന സർക്കാർ തടസ്സം നിന്നാൽ തൃശ്ശൂരിൽ കൊണ്ടുവരാൻ സമരം ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിലെ പുള്ളിൽ കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഗവർണർ പദവി ഒഴിവാക്കണമെന്ന് CPI സംസ്ഥാന സമ്മേളനത്തിലാണ് ഗവർണർ പദവി ഒഴിവാക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. ഗവർണർ പദവി അനാവശ്യ പട്ടണമെന്നാണ് പ്രമേയത്തിൽ വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരുകളുടെ അധികാരം കവർന്നെടുക്കുകയാണ് സംഘകുടുംബാംഗമായ ഗവർണർ എന്നും CPI പ്രമേയത്തിൽ പറയുന്നു. കേരള സർക്കാർ സ്ഥാപനമായ KSFEക്ക് സ്വദേശ സമ്മാൻ ദേശീയ പുരസ്കാരം. കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന 6ാമത് സ്വദേശി കോൺക്ലേവിൽ KSFE ചെയർമാൻ ശ്രീ വരദരാജൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KS സനിൽ എന്നിവർക്ക് സ്വദേശ സമ്മാൻ പുരസ്കാരം
കൈമാറി. 1,00,000 കോടി രൂപ ബിസിനസ് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ MNBC എന്ന നേട്ടത്തിന് പിന്നാലെയാണ് ദേശീയ പുരസ്കാരമായ KSFE തേടിയെത്തിയത്. വിവിധ മേഖലകളിൽ മികച്ച സംഭാവന നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ലഭിക്കുന്ന ദേശീയ ബഹുമതിയാണ് സ്വദേശ് സമ്മാൻ പുരസ്കാരം. അടൂരിലെ DYFI നേതാവ് ജോയലിന്റെ കസ്റ്റഡി മർദ്ദനം മൂലം ആരോപണമായി കുടുംബം. ജോയലിനെ മർദ്ദിച്ചാൽ CPM നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. 2020 വാഹനം തട്ടിയുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ജോയലിനെ പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. തുടർന്നായിരുന്നു മർദ്ദനം. അടൂരിലെ DYFI നേതാവ് ജോയലിന്റെ മരണവുമായി ബന്ധപ്പെട്ടു വരുന്ന വിവാദങ്ങൾ വിശദീകരണമായി CPM ഏരിയ നേതൃത്വം. ജോയൽ ഒരു കൊലക്കേസിൽ 1-ാം പ്രതിയായിരുന്നുവെന്നും ഇതേ തുടർന്ന് സംഘടനയിൽ നിന്ന് ഒഴിവാക്കിയെന്നും 2020 ജനുവരിയിൽ കടൂർ സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനം ഉണ്ടായി എന്ന് പറയുന്നവർ മാസങ്ങൾ കഴിഞ്ഞു മരണശേഷമാണ് ആക്ഷേപം ഉന്നയിച്ചതും ജോയലിന്റെ മരണകാരണം ഹൃദയാഘാതമായിരുന്നുവെന്നും ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മനോജ് പറഞ്ഞു. ജോയലിന്റെ മരണത്തെക്കുറിച്ചുള്ള മറിച്ചുള്ള പ്രചരണം സർക്കാരിനെയും പാർട്ടിയും അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണെന്നും ഹൈക്കോടതി നിയോഗിച്ച ഉന്നത പോലീസ് സംഘം കസ്റ്റഡി മർദ്ദന പരാതി അന്വേഷിച്ച് തള്ളിയതാണെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. കോഴിക്കോട് വെള്ളയിൽ കോണാട് സ്വദേശി അസീമിന്റെ അസ്വാഭാവിക മരണത്തിൽ വിശദമായ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി മൃതദേഹം ഖബറിൽ നിന്ന് പോലീസ് പുറത്തെടുത്തു. അസീമിന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച ഭാര്യ സിംന നൽകിയ പരാതിയിലാണ് വെള്ളയിൽ പോലീസിന്റെ നടപടി. റവന്യൂ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വിമർശിച്ച മുൻ കോൺഗ്രസ് നേതാവ് KV തോമസ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ക്രോസിംഗ് വോട്ട് നടന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന് ദില്ലിയിൽ നേതൃത്വമുണ്ടോ എന്ന് ചോദിച്ച അദ്ദേഹം എല്ലാം ജനം കണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് സംവിധാനം പൊളിഞ്ഞെന്നും പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലർ ഗ്രേസി ജോസഫിനെ മകൻ കുത്തി പരിക്കേൽപ്പിച്ചു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഗ്രേസി ജോസഫ് നടന്ന കരൂരിലെ കടയിൽ എത്തിയാണ് മകൻ കുത്തിയ. ശരീരത്തിൽ 3 കുത്തേറ്റ ഗ്രേസി ആശുപത്രിയിൽ പ്രവേശിച്ചു. അതേസമയം ആക്രമണത്തിന് ശേഷം മകൻ ഓടി രക്ഷപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞു. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അനുവാദമില്ലാതെ തന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സ്വകാര്യത സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടി ഐശ്വര്യ റായ് ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറത്ത്. അനുവാദമില്ലാത്ത ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് കോടതി തടഞ്ഞു. വ്യക്തിയുടെ അവകാശം ചോദ്യം ചെയ്യുമ്പോൾ കോടതിക്ക് കണ്ണ് അടയ്ക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. അനധികൃതമായ ചിത്രങ്ങൾ ഉപയോഗിച്ച വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിനെതിരെ നിരവധി സംഘടനകൾ മോദിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്ന 6 സംഘടനകൾ ആഹ്വാനം ചെയ്തു. ചണ്ഡീഗഡിൽ 10 മാവോവാദികളെ സുരക്ഷാ സേന വധിച്ചു. ചണ്ഡീഗഡിലെ ശരിയാബാദ് ജില്ലയിൽ മെയിൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വനമേഖലയിൽ വെച്ചാണ് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചത്. പെട്രോളിൽ എഥനോൾ കലർത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ പ്രതികരണമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ മിശ്രിതത്തിനെതിരെയുള്ള സോഷ്യൽ മീഡിയ പ്രചരണം തന്നെ രാഷ്ട്രീയമായി ലക്ഷ്യം വയ്ക്കാനുള്ള പണം നൽകിയുള്ള പ്രചരണമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർക്ക് സമർപ്പിച്ച ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. തെരുവ് നായകൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകുന്നവർ 10,000 രൂപ പിഴ ചുമത്താൻ നിർദ്ദേശിച്ച് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. കലാപത്തിലൂടെ ഭരണകൂടത്തെ താഴെ ഇറക്കിയ നേപ്പാളിലെ ജെൻ സി പ്രക്ഷോഭർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. പുതിയ സർക്കാരിനെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്നവരെ രാജ്യത്തിനെ നയിക്കാനായി ഇടക്കാല പ്രധാനമന്ത്രിയെ ഒരാളെ ഉയർത്തിക്കാണിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം തെരുവിലെ പരസ്പരം തല്ലുന്നതിലേക്ക് വരെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ. ഇതോടുകൂടി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.